ഭരണി നിറയെ വെള്ളം നിറയ്ക്കണമെങ്കിൽ ഒരു പാടുപെട്ടിട്ടുണ്ട്. പാടുപെട്ടവർക്കറിയാമെന്ന് അനുഗ്രഹത്തിന്റെ ഉറവിടത്തെ, പാടുപെട്ടവർക്ക് അനുഗ്രഹത്തിന്റെ ഉറവിടത്തെ അറിയാം. അതേസമയം വെറുതെ ഇരുന്ന് ഒടുക്കം രുചിച്ചു നോക്കിയവന് അനുഗ്രഹത്തിന്റെ ഉറവിടമൊന്നും അറിയത്തില്ല. അവൻ ഈ കമന്റ് പറഞ്ഞാൽ മതി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിക്കും നമ്മുടെ തലമുറ ഇന്ന് അനുഭവിക്കുന്ന ഈ മെച്ചപ്പാടുകൾക്കൊക്കെ കാരണക്കാരായവര് 6 കൽഭരണി നിറയെ വെള്ളം നിറച്ചൊരു മുൻ തലമുറ ഉണ്ടായിരുന്നു. കർത്താവ് തമ്പുരാന്റെ കൽപ്പന അനുസരിച്ച് 6 കൽഭരണി നിറയെ വെള്ളം നിറച്ചു വെച്ച, അധ്വാനത്തെ ചേർത്തു വെച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിന് നല്ല ഒന്നാന്തരം ബോധ്യമുണ്ടായിരുന്നു. എന്ത്? എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം കർത്താവ് തമ്പുരാനാണ്. ഒരു കഷ്ടപ്പെട്ടവരാ, എല്ലുമുറിയ പണിയെടുത്തവരാണ്. പക്ഷെ ഒരിക്കൽ പോലും ഈ വീഞ്ഞിന്റെ അവകാശം അവരുന്നയിച്ചില്ല. പണിയൊക്കെ എടുത്തെങ്കിലും അവർക്കറിയാം വീഞ്ഞാക്കിയത് അവനാണ്, ഞങ്ങളല്ലേ. ഞങ്ങൾ വെള്ളം കോരിയതേ ഉള്ളൂ, വീഞ്ഞാക്കിയത് അവനാണ്. എന്നാൽ ആ തലമുറകളുടെ ഇങ്ങേയറ്റത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്ന കാലത്ത് ഒത്തിരി അനുഗ്രഹങ്ങളെ പാടുപെടാതെ രുചിച്ചു നോക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ നോക്കിയിട്ട് അനുഗ്രഹത്തിന്റെ ഉറവിടത്തെ അറിഞ്ഞുകൂടാ.